സ്പെയിൻ വേഴ്സസ് ഉറുഗ്വേ ആയിരുന്നു ഇപ്പം അവരുടെ ഗ്രൂപ്പിൽ നടന്ന, അതായത് ഈ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ കടന്ന ലാസ്റ്റ് മാച്ചിൽ പെട്ട ഒന്നായിരുന്നു സ്പെയിൻ വേഴ്സസ് ഉറുഗ്വേ. അപ്പോൾ ഉറുഗ്വേ നമ്മൾ ഒരിക്കലും ഒരു കുറഞ്ഞു കാണുന്ന ടീമല്ല. കാരണം വേൾഡ് കപ്പ് അടിച്ച കൂട്ടത്തിലുള്ള ഒരു ടീമാണ് ഉറുഗ്വേ എന്ന് പറയുന്നത്. 2 പ്രാവശ്യം അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കണ്ടൻറ്ററായിട്ടാണ് നമ്മൾ ഉറുഗ്വേനെ കാണുന്നത്. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സ്പെയിൻ വേഴ്സസ് ഉറുഗ്വേ എന്നുള്ള മാച്ചിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഫസീനടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എങ്ങനെയായിരുന്നു സ്പെയിൻ്റെ ആ ഒരു ഗ്രാഫ് ഈ വേൾഡ് കപ്പിൽ? ഫസ്റ്റ് മാച്ച്, സെക്കൻഡ് മാച്ച് ആൻഡ് കമ്മിങ് ടു ലാസ്റ്റ് മാച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ കോച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തു? അത് എന്തെങ്കിലും മോശം രീതിയിൽ ടീമിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ആ ഒരു പെർഫോമൻസ് സ്പെയിൻ്റെ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ? ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പം ബേസിക്കലി എല്ലാവരും സ്പെയിൻ്റെ ഒരു സ്റ്റാർ പ്ലെയർ അല്ലെങ്കിൽ ഒരു കോർ പ്ലെയർ ആയിട്ട് എപ്പോഴും ലെമീൻ യമാലിനെ ആയിരുന്നു ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. മീഡിയ ഹൈപ്പ് ചെയ്യുന്നപ്പോഴത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പ് ചെയ്യുന്നല്ല, കാരണം അയാൾക്ക് അതിനുള്ള അർഹത ഉണ്ട്. അപ്പോൾ അതിലപ്പോഴത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്പാനിഷ് ഫുട്ബോളിനെ പിന്തുടരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ സ്പാനിഷ് ഫുട്ബോളിനെ കറക്റ്റായിട്ട് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്ന ഒരാൾക്കറിയാം, ഒരിക്കലും അവിടെ ഒരു സിംഗിൾ പേഴ്സൺ ടീമല്ല അത്. എപ്പോഴും ഒരു ടീം ഗെയിമാണ് അവർ കളിക്കാറുള്ളത്. ഫസ്റ്റ് മത്സരത്തിൽ സ്വാഭാവികമായിട്ടും പരിക്ക്, കംപ്ലീറ്റ് മാച്ച് ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ യമാലിനെ പുറത്തിരുത്തി കോച്ചിന് ലൈനപ്പിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് കളിക്കുന്ന കാപ്പ് വെർഡേക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടാർഗറ്റ് ഷോട്ടുകളുണ്ട്, ഗോൾ കീപ്പർ സേവ് ചെയ്തു എന്നുള്ളത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു ടീമിൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട്, ടീമിൻ്റെ കോർ സ്ട്രെങ്ത് വെച്ചിട്ട് ഓപ്പോണൻറ്റിനെതിരെ ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ടീമിൽ മാറ്റങ്ങൾ അവർ വരുത്തി. അതായത് ബേസിക്കലി ഫസ്റ്റ് തന്നെ ലോറൻറ്റയെ പിൻവലിച്ചുകൊണ്ട് പെഡ്രോ പോറോയെ റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പെഡ്രോ പോറോ നമുക്കറിയാം ഒഫൻസീവ്ലി നല്ല ഹൈ ആയിട്ടുള്ള പ്ലെയറാണ്. അതോടെ തന്നെ ഒപ്പോസിഷൻ കളിക്കുന്നത് സൗദിയാണ്. സൗദിയും ഫസ്റ്റ് മത്സരം ഡ്രോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി എല്ലാവർക്കും ഈക്വൽ ചാൻസ് നിലക്കുന്നൊരു മാച്ചായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു 2 ടീമും വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സൗദിയുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ വെച്ചിട്ട് ഒരു സ്പേസ് കിട്ടും കളിക്കാൻ. സ്പെയിന് നന്നായി സ്പേസ് കിട്ടുമെന്നറിയാം, അറ്റാക്ക് ചെയ്യാൻ കഴിയുമെന്നറിയാം. അതുകൊണ്ട് തന്നെ നന്നായി ഓവർലാപ്പ് ചെയ്യുന്ന ലെമീൻ യമാലിനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന പോറോയെ യമാലിൻ്റെ കൂടെ റൈറ്റിൽ പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ആ മത്സരത്തിൽ കണ്ടു. 4 തവണയാണ് ടീം സ്കോർ ചെയ്തത്. പെഡ്രോ പോറോ പോലും പലപ്പോഴും ടാർഗറ്റിലേക്ക് ഷോട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടു. നന്നായി ഓവർലാപ്പ് ചെയ്യുന്നത് കണ്ടു. ഫസ്റ്റ് മത്സരത്തിൽ എന്താണോ വിങ്ങിലൂടെ നമ്മൾ കാണാത്തത് അതെല്ലാം സെക്കൻഡ് മാച്ചിൽ കണ്ടു. മൂന്നാം മത്സരത്തിലേക്ക് വരുമ്പോൾ ഉറുഗ്വയാണ്. ഉറുഗ്വ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ഉറുഗ്വയുടെ ഒരു സ്ക്വാഡും അവരുടെ ടാക്ടീഷ്യനായ ബിഎൽസിയുടെ രീതികളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടീം എപ്പോഴും എപ്പം വേണമെങ്കിലും ഒരു എക്സ്പ്ലോസീവ് ആവുന്ന ഒരു ടീമാണ്. ബേസിക്കലി ഈ ഒരു മത്സരത്തിൽ സ്പെയിനിന് സമനില കൊണ്ട് പോലും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാം, അല്ലെങ്കിൽ തോറ്റാൽ പോലും ഒരു പക്ഷേ സേഫ് ആണെന്നുള്ളൊരു അവസ്ഥയിലുള്ള മത്സരമായിരുന്നു. അവർക്ക് ടേബിൾ ടോപ്പ് ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ മത്സരത്തിലെ പ്രധാന ലക്ഷ്യം. വിജയിച്ചുകൊണ്ട് ടേബിൾ ടോപ്പ് ഉറപ്പിക്കുക എന്നുള്ളത്. ഉറുഗ്വേക്ക് മറിച്ച് തോൽക്കാതിരിക്കൽ നിർബന്ധമായിരുന്നു ഈ ഒരു മത്സരത്തിൽ. അതുകൊണ്ട് തന്നെ ഉറുഗ്വേ ത്രൂ ഔട്ട് അറ്റാക്ക് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു, കൺഫേം ആയിരുന്നു. അവരുടെ ലെഫ്റ്റ് വിങ് കളിക്കുന്ന മാക്സിമിലിയാനോ അരാഹോ എന്നുള്ളൊരു താരമുണ്ട്. കഴിഞ്ഞ 2 മത്സരത്തിലും ഉറുഗ്വേക്ക് വേണ്ടി സ്കോർ ചെയ്ത പ്ലെയറാണ്. ഉറുഗ്വേ അടിച്ച 3 ഗോളുകളിൽ 2 ഗോളും താരമാണ് നേടുക. അപ്പോൾ ആ ഒരു താരത്തിൻ്റെ വിങ്ങിൽ താരത്തെ പൂട്ടിയിടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പെയിന് ജയിക്കാൻ. അതുകൊണ്ട് തന്നെ വീണ്ടും ടാക്ടിക്കലായിട്ടൊരു തീരുമാനം വന്നു, ലോറൻറ്റയെ തിരിച്ചു കൊണ്ടുവരാം, പെഡ്രോ പോറോ ഇരിക്കട്ടെ. കാരണം പെഡ്രോ പോറോ ഒഫൻസീവ്ലി ഹൈ ആണെങ്കിലും ഡിഫൻസിലി കുറച്ച് വൾണറബിളാണ്. ആ ഒരു വൾണറബിലിറ്റി ഉറുഗ്വേ യൂസ് ചെയ്യരുത് എന്നുള്ളത് കോച്ചിന് അത്രയും നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോറൻറ്റയെ പരീക്ഷിച്ചു. എന്നിട്ട് പോലും അരാഹോ പലപ്പോഴും ത്രെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അറ്റാക്കിംഗ് ലൈനിൽ വെച്ചിട്ട്, ഈ ഒരു അറ്റാക്ക് വെച്ചിട്ട് സ്പെയിൻ്റെ ഡിഫൻസീവ് ലൈനെ പലപ്പോഴും കൗണ്ടർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി കോച്ചിൻ്റെ തീരുമാനങ്ങൾ ആയിരുന്നു ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു വേൾഡ് കപ്പ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് മത്സരം സമനിലയിൽ കുരുങ്ങി എന്ന് പറഞ്ഞ് സ്പെയിനെ ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെടുമ്പോഴും സ്പെയിൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അത് കോച്ചിൻ്റെ ടാക്ടിക്കൽ തീരുമാനമായിരുന്നു ആ ടീമിനെതിരെ എങ്ങനെ കളിക്കണം എന്നുള്ളത്. കാരണം കാപ്പ് വെർഡെ അത്രയും ഡിഫൻസീവായിട്ട് കളിക്കുമെന്നുള്ളത് തുടക്കം മുതൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. കാപ്പ് വെർഡെ ഒരിക്കലും ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് വരില്ല എന്നും ഒരു നോർമൽ 4-3-3 എന്നുള്ള പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കില്ല എന്നും ഒരിക്കലും ഒരു വിങ് അറ്റാക്കിൽ കളിക്കില്ല എന്നും ഒക്കെ നമുക്ക് മനസ്സിലായതാണ്. അവരുടെ ഡിഫൻസീവ് യൂണിറ്റിനെ എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ചെറുതെങ്കിൽ ചെറുത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഫസ്റ്റ് മാച്ചിലുള്ള പ്രയോറിറ്റി. 2ാം മാച്ചിൽ സ്കോർ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രയോറിറ്റി. 3ാം മാച്ചിൽ സ്കോർ ചെയ്തപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രയോറിറ്റി. ഈ 3 കാര്യത്തിലും കോച്ചിൻ്റെ പ്ലാനുകൾ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തി. 1-2 താരങ്ങൾ 11 സ്വാഭാവികമായിട്ടും എല്ലാ മത്സരങ്ങളും എല്ലാവരും 100% ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ 1-2 മത്സരങ്ങൾ വന്ന 1-2 താരങ്ങൾ ചെറിയ രീതിയിലുള്ള ഒരു മോശം പ്രകടനം നടത്തിയെന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്പെയിൻ്റെ വേൾഡ് കപ്പ് ജേണി പ്രതീക്ഷിച്ചത് പോലെ തന്നെയാണ് പോയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഉറുഗ്വയുടെ കാര്യം പറയുമ്പോൾ വേറൊരു സംഭവം കൂടിയുണ്ട്. ഉറുഗ്വ ഈ വേൾഡ് കപ്പിക്ക് വരുന്നതിന് മുമ്പ് തൊട്ടേ അവരുടെ ഉള്ളിൽ, ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അത് ഈ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ ഡ്രസ്സിങ് റൂമിലുള്ള പ്ലെയേഴ്സ്, അതായത് അവരുടെ ലീഡർഷിപ്പ് ഗ്രൂപ്പായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സീനിയർ പ്ലെയേഴ്സ്, ഫെഡറിക്കോ വാൽവെർഡെ, അതുപോലെ തന്നെ
ഉഗാർത്തെ പോലത്തെ ബെൻറ്റൻകർ പോലത്തെ പ്ലേയേഴ്സ് BLCയുടെ ആ ഒരു സ്റ്റൈലുണ്ട്. BLC നമുക്കറിയാം ഭയങ്കര ഹൈലി ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ടൈപ്പ് സ്റ്റൈലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഭയങ്കര ടയേർഡ്നെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ പ്ലെയേഴ്സും BLC തമ്മിലുള്ള ചെറിയൊരു ഫ്രിക്ഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ട്രെയിനിങ് നടത്തുമ്പോൾ പ്ലെയേഴ്സ് ഭയങ്കര ടയേർഡാവുന്നു, അതുകൊണ്ട് ഇഞ്ചുറീസ് ഉണ്ടാവുന്നു. അതേപോലെ പ്ലെയേഴ്സിന് ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്ലെയേഴ്സിന് മാച്ചിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു അവർ തമ്മിൽ. ഈ മത്സരത്തിൽ ഉഗാർത്തെ പരിക്കുപറ്റി പോകുന്നതൊക്കെ കണ്ടിരുന്നു. സോ അങ്ങനെ ചില ഇഷ്യൂസ് അതിൻ്റെ ഉള്ളിൽ അവരുടെ ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് പ്ലെയേഴ്സിനും അദ്ദേഹത്തിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഒരു സ്പെയിനിനെ പോലൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ അറ്റാക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസീവ് സ്റ്റൈൽ വിട്ട് ഒന്ന് ലോ ബ്ലോക്ക് കളിച്ചുകൂടെ, എന്നിട്ട് കൗണ്ടർ അറ്റാക്കിൽ സ്പെയിനിനെ ബീറ്റ് ചെയ്തുകൂടെ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു പ്ലെയേഴ്സ് തമ്മിൽ. അപ്പോഴും BLC തൻ്റെ ആ ഒരു എൽ ലോക്കോ എന്ന് പറയും, മാഡ്മാൻ എന്നാണ് അദ്ദേഹത്തിന് പറയാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിൽ ഫിക്സ് ചെയ്ത് നിൽക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. സോ അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഓൾറെഡി ആ ഒരു ഡ്രസ്സിങ് റൂമിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം ലോസ്റ്റ് ഡ്രസ്സിങ് റൂം എന്നുള്ള രീതിയിലുള്ള വാർത്തകളുണ്ടായിരുന്നു. പിന്നെ ഈ മത്സരത്തിൽ കണ്ട സ്പെയിനെതിരെയുള്ള മത്സരത്തിൽ വാൽവരുടെ 55-ാം മിനിറ്റിൽ ഐ തിങ്ക് പിൻവലിക്കലൊക്കെ ഉണ്ടായി. സോ അത് അറ്റാക്കിംഗ് ചേഞ്ചാണ് നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് ആ ഒരു ഡ്രസ്സിങ് റൂമിൽ ഡ്രസ്സിങ് റൂമിൻ്റെ ആ കോൺഫിഡൻസ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് എനിക്ക്. BLCയുടെ ഒരു ലെഗസി നമ്മളെല്ലാവരും ഒരുപാട് ഡിസ്കസ് ചെയ്തത്. കാരണം 2002 അർജൻറ്റീനയെ പരിശീലിപ്പിച്ചൊരു പരിശീലകൻ 2026 ഒരു വേൾഡ് കപ്പിൽ ഒരു ടീമിനെ പരിശീലിപ്പിക്കുന്നു എന്നുള്ളത് അയാളുടെ ഒരു ലോങ്റ്റിവിറ്റി. നമ്മൾ പ്ലെയേഴ്സിൻ്റെ ലോങ്റ്റിവിറ്റി ഒരുപാട് പറയും, അല്ലെങ്കിൽ പ്ലെയേഴ്സ് 6 വേൾഡ് കപ്പ് മെസ്സി കളിച്ചു എന്നൊക്കെ പറയും. മെസ്സി 2006 വേൾഡ് കപ്പിലാണ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നത്തെ വേൾഡ് കപ്പ് 2002 വേൾഡ് കപ്പിൽ BLC എന്ത് ചെയ്തിട്ടുണ്ട്, കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വലിയ ഒരു ടാക്ടീഷ്യനായിട്ടുള്ള BLC പോലത്തെ ഒരു പരിശീലകൻ, അയാളുടെ ടാക്ടിക്സ് പഠിച്ചു വന്ന ഒരുപാട് പരിശീലകർ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു വേൾഡ് കപ്പിൽ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അയാളുടെ ടാക്ടിക്സിൻ്റെ മോശം കൊണ്ടല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിങ് റൂമിൽ അയാളൊരു ഫെയിലിയർ ആയിരുന്നു. സ്വന്തം പ്ലെയേഴ്സിനെ മേലൊരു കമാൻഡിങ് പവർ ഇല്ലാതായിപ്പോയി. സ്വന്തം പ്ലെയേഴ്സിന് ഇയാളൊരു വിശ്വാസമില്ല, ഇയാളുടെ ടാക്ടിക്സിൽ വിശ്വാസമില്ല, ഇയാളുടെ ട്രെയിനിങ് രീതികളിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിലപ്പുറത്തേക്ക് പറയാൻ പറ്റുക ഇയാളുടെ രീതികളോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന പ്ലെയേഴ്സ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇൻഡിവിജ്വലി ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് ആ സ്ക്വാഡിലുണ്ട്. ഫെഡറിക്കോ വെൽവെർഡെ, ബെൻ ടാങ്കർ, അരാഹോ, അതേപോലെ ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷേ പരിശീലകൻ്റെ രീതികളോട് ഒത്തുപോകുന്ന ആളുകളായിരുന്നില്ല. അതിലപ്പുറത്തേക്ക് ഞാൻ എടുത്തു പറയുന്നത് പരിശീലകന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് മുസ്ലേര എന്നുള്ളൊരു ഗോൾ കീപ്പർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഇവർക്ക് നഷ്ടപ്പെട്ട എല്ലാ പോയിൻറ്റിനും ഉത്തരവാദി ഒരാളുടെ പേര് പറയാൻ പറ്റുകയാണെങ്കിൽ അത് മുസ്ലേര ആയിരിക്കും. നമ്മൾ കാബോ വെർഡെയുടെ മത്സരത്തിൽ ഫ്രീ കിക്ക് എടുക്കുക ഉദാഹരണമായിട്ട്. ഒരു ഗോൾ കീപ്പർ ഫ്രീ കിക്കിന് പൊസിഷൻ ചെയ്യേണ്ടത് അവിടെ ഗോൾ ലൈനിലാണ്. ബേസിക്കലി കൃത്യമായി വാളിനെ പൊസിഷൻ ചെയ്തിട്ട് അതനുസരിച്ച് സ്വയം പൊസിഷൻ ചെയ്തെടുക്കുന്നത് ഗോൾ കീപ്പറുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ ഗോൾ കീപ്പർ ആ ഷോട്ട് എടുക്കുമ്പോൾ എവിടെയായിരുന്നു നിന്നത് നമ്മൾ കാണണം. ഈ ഒരു മത്സരം നമ്മൾ കഴിഞ്ഞ സ്പെയിൻ്റെ മത്സരം 2ാം മത്സരം കഴിഞ്ഞ ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ പ്രീ മാച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒരുപക്ഷെ മുസ്ലേരയുടെ മിസ്റ്റേക്കിലായിരിക്കും സ്പെയിൻ ഗോൾ അടിക്കുക എന്നുള്ളത്. കൃത്യമായിട്ട് അത് സംഭവിച്ചു. കാരണം മുസ്ലേരയ്ക്ക് ഈസിലി കയ്യിൽ ഒതുക്കാമായിരുന്നൊരു പന്ത് തട്ടിത്തെറിച്ചാണ് വലയിലേക്ക് കയറുന്നത്. കോച്ചിന് മനസ്സിലായി തൻ്റെ തീരുമാനം തെറ്റിയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹാഫ് ടൈമിന് ശേഷം കോച്ച് എന്ത് ചെയ്തു, ഗോൾ കീപ്പർ പിൻവലിച്ചു. നമ്മൾ സ്വാഭാവികമായിട്ട് ഫുട്ബോൾ കാണാത്തൊരു രീതിയാണ് ഗോൾ കീപ്പർ പിൻവലിക്കുക എന്നുള്ളത്. നമ്മൾ ഒച്ചോവയുടെ കേസിൽ നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ കണ്ടു. പക്ഷേ അത് അയാൾക്കൊരു ഫെയർവെൽ കൊടുക്കാനാണ്. ഇത് ഫെയർവെൽ കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് മതി, എൻ്റെ തീരുമാനം തെറ്റിയെന്ന് കോച്ചിന് മനസ്സിലായൊരു മൊമെൻ്റാണത്. പക്ഷേ ആ മൊമെൻ്റ് എപ്പോഴാണ്? 3ാം മത്സരത്തിൽ 45-ാം മിനിറ്റിലാണ് അത് തിരിച്ചറിഞ്ഞു. ഒരു പക്ഷേ ആദ്യ മത്സരത്തിലെ ഇയാളുടെ പിഴവുകൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് പകരം പുതിയ ഒരു യങ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. 40 വയസ്സുള്ള മുസ്ലേരയ്ക്ക് പകരം യങ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് അവരുടെ സ്ക്വാഡിലുണ്ട്. ഈ പ്ലേയേഴ്സിൽ ആരെങ്കിലും ഒരാളെ പരീക്ഷിച്ചിരുന്നെങ്കിൽ ഈ ഒരു റിസൾട്ട് ആയിരിക്കില്ല BLCക്ക് ഉണ്ടാവുക. BLCക്ക് നമ്മൾ പറയുന്നത് ക്ലബ് കരിയർ ഒരുപാടുണ്ട്. ലീഡ്സ് യുണൈറ്റഡിലുള്ള ആളുടെ ഒരു ടേം ഭയങ്കരമായിട്ട് നമ്മളെപ്പോഴും പ്രൈസ് ചെയ്യുന്നത് റഫീനിയാക്കി മാറ്റിയ ഒരുപാട് നല്ല പ്ലേയേഴ്സിനെ. കാൽവർട്ട് ലെവിന് ആ സമയത്ത് അവിടെ എന്റർടൈനിങ് ഫുട്ബോളാണ് അദ്ദേഹം കളിക്കുക. അതായത് ഓപ്പോണൻസ് പോലും ഇയാളുടെ ഫുട്ബോളിനെ പ്രശംസിക്കും, ഇയാളുടെ രീതിയെ പ്രശംസിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിൻ കാണുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല. ഈ വേൾഡ് കപ്പ് എന്നല്ല, ഇയാൾക്കൊരു വേൾഡ് കപ്പ് ശാപം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. കാരണം 2002 ഏറ്റവും താരനിബിഡമായ അർജൻറ്റീനയെ കൊണ്ടുവന്നിട്ട് ഗ്രൂപ്പ് സ്റ്റേജിലാണ് പുറത്തായത്. പിന്നെ 2016 ആൾ വരുന്നത്. 2016 വരുന്നത് ചിലിയുടെ കൂടെയാണ്. ചിലിയുടെ കൂടെ റൗണ്ട് ഓഫ് 16 വരെ പോകാൻ പറ്റുള്ളൂ. 2016 ചിലി അത്യാവശ്യം നല്ലൊരു സ്ക്വാഡായിരുന്നു.
നമുക്കറിയാം ഒരുപാട് സ്റ്റാർ പ്ലേയേഴ്സ്, അലക്സിസ് സാഞ്ചസിനെ പോലുള്ള, വിദാലിനെ പോലുള്ള താരങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം സ്റ്റാർ ആയിട്ടൊരു ടീമാണ്. ആ ടീമിനെ കൊണ്ട് റൗണ്ട് 16 വരെ പോകാൻ പറ്റും. അതായത് ഒരു നോക്കൗട്ട് പ്ലേസ് അയാൾക്ക് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ പറ്റിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വരുമ്പോഴും അതേ സിനാരിയോ ആണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു മത്സരത്തിന് മുമ്പ് വന്ന റിപ്പോർട്ടുണ്ട്, ഫെഡറിക്കോ വൽവർഡെ കോച്ച് മാർസലോ ബിയൽസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഉറുഗ്വൻ ഫെഡറേഷൻ്റെ അടുത്ത് സമീപിച്ചു എന്നുള്ളത്. അപ്പോൾ ആളുകൾ അത് ഉപയോഗിച്ചാണ് ഇപ്പോൾ ട്രോൾ ചെയ്യുന്നത്. ഈ വാർത്ത ബിയൽസ് അറിഞ്ഞത് 55-ാം മിനിറ്റിലാണ്, അതുകൊണ്ട് വൽവർഡെ പിൻവലിച്ചു എന്നുള്ള. ആൻഡ് ഈ പിൻവലിക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ നേരത്തെ ഹരി പറഞ്ഞ പോലെ തന്നെ കോച്ച് പറഞ്ഞ ന്യായീകരണം, അല്ലെങ്കിൽ കോച്ച് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അറ്റാക്ക് കൊണ്ടുവരാനാണ് ഞാൻ എന്ത് ചെയ്തത് 55-ാം മിനിറ്റിൽ വൽവർഡെ വലിച്ചതെന്ന്. വൽവർഡെ എന്നുള്ള പ്ലെയറിൻ്റെ അറ്റാക്കിലേക്ക് കൊടുക്കുന്ന ഡെലിവറിങ് നമ്മൾ കണ്ടതാണ്, അയാളുടെ ഒരു ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഒരു തീരുമാനത്തിൽ എത്രത്തോളം, അല്ലെങ്കിൽ ആ ഒരു കാരണം ന്യായമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു നോട്ടാണ്. അതിലപ്പുറത്തേക്ക് ഈ ഒരു മത്സരം കഴിഞ്ഞ ശേഷം നടത്തിയത് പ്രസ് മീറ്റല്ല, അതിന് ശേഷം അയാൾ സംസാരിക്കുന്നുണ്ട്, മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എല്ലാ കുറ്റവും ഞാൻ ഏൽക്കുന്നു, ടീമിനോ പ്ലേയേഴ്സിനോ ഒന്നും പറയുന്നില്ല, എല്ലാ കുറ്റവും ഞാൻ ഏൽക്കുന്നു. ഉറുഗ്വേലിൻ്റെ കാലഘട്ടത്തെ ഞാൻ ഓർക്കുന്നത് ഒന്നും കൊടുക്കാൻ പറ്റാതെ മടങ്ങി എന്നുള്ളതാണ്. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഞങ്ങൾ മൂന്നാമതാണ്. അതൊരു വലിയ സംഭവമല്ല. കോപ്പ അമേരിക്കയിൽ 3-ാം സ്ഥാനം അതൊരു വലിയ സംഭവമല്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് ഇതിനെപ്പറ്റി മിണ്ടാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന്. അതായത് അയാൾക്ക് മനസ്സിലായി അയാളുടെ അത്രയും വലിയൊരു ലെഗസിയിൽ ഏറ്റവും വലിയൊരു ബ്ലാക്ക് മാർക്കായിട്ട് കരിയറിൽ നമ്മൾ അർജൻറ്റീനയൊക്കെ 2002 പുറത്തായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൽ അന്നതൊരു വലിയ അത്ഭുതമായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടില്ല. ഒരു വൺ ടൈം വരുന്ന ഒരു സർപ്രൈസ് ഞെട്ടിക്കൽ, വേൾഡ് കപ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബിഗ് ടീമിൻ്റെ എക്സിറ്റ് പോലെയാണ് അന്ന് പരിഗണിച്ച്. പക്ഷേ ഇയാളുടെ ഇത്രയും കാലത്ത് ഒരു 24 വർഷത്തോളം, അല്ലെങ്കിൽ അതിന് മുമ്പ് കരിയർ തുടങ്ങിയൊരു കോച്ചാണ്, ഇത്രയും കാലത്തെ കരിയറിലെ ഏറ്റവും മോശമായൊരു ഏഡ് അയാൾ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏടായിരിക്കും ഒരുപക്ഷെ യൂറോപ്യൻ ക്യാമ്പയിൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിന് പിന്നാലെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് ഈ ബിയൽസയുടെ ഒരു അഡ്മയറർ, ബിയൽസയുടെ ഒരു ബിഗ് ഫാൻ അടുത്ത റൗണ്ടിൽ മത്സരിക്കുന്നുണ്ട്, ഇക്വഡോറിൻ്റെ കോച്ചായ സെബാസ്റ്റ്യൻ പെക്കസെഹെ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അദ്ദേഹത്തിലൂടെ എന്താ പറയുക, ബിയൽസയുടെ ആ ഒരു ലെഗസി അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പം സ്പെയിൻ വേഴ്സസ് ഉറുഗ്വേ നമ്മൾ പറഞ്ഞു. ഇനി അതേ ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു ടീമാണ് കേപ്പ് വെർഡെ. അപ്പോൾ കാബോ വെർഡെ എന്നാണല്ലേ, കാബോ വെർഡേക്ക് ഇനി വരാൻ പോകുന്നത് മാച്ച് വേഴ്സസ് അർജൻറ്റീന. അപ്പോൾ ഈ പോലെ തന്നെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞൊരു എലമെൻ്റ് എന്ന് പറയുന്നത് സ്പെയിൻ ആക്ച്വലി അറിയില്ലായിരുന്നു എങ്ങനെ കാബോ വെർഡെ പോലത്തെ പുതിയതായിട്ട് വേൾഡ് കപ്പിൽ പെർഫോം ചെയ്യാൻ വരുന്നൊരു ടീം പെർഫോം ചെയ്യുന്നുള്ളത്. ലോ ബ്ലോക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷെ എന്നാൽ പോലും ആ ഒരു ലോ ബ്ലോക്കിന് ഇൻറ്റൻസിറ്റി എത്രത്തോളം ആവും എന്നുള്ളത്. പക്ഷെ ഇനി അർജൻറ്റീനയാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു, ടെക്നിക്കൽ ബ്രില്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അവരുടെ ആ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്കറിയാം ഫുട്ബോളിലെ ഏറ്റവും അത്ര ബ്രില്യൻസ് ഉള്ളൊരു പ്ലെയറാണ് അവരുടെ കൂടെ ഉള്ളത്, മെസ്സി. അപ്പോൾ ഇനി അർജൻറ്റീനയൊക്കെ ഓൾറെഡി അവരുടെ കളി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഏത് തരത്തിൽ കളിക്കുമെന്നുള്ളത് അറിയാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ കാബോ വെർഡെ വേഴ്സസ് അർജൻറ്റീന മാച്ച് റൗണ്ട് ഓഫ് 32 വരുമ്പം? വുഡ് ദാറ്റ് ബി ഈസി ഫോർ അർജൻറ്റീന? അല്ലെങ്കിൽ സ്പെയിൻ സ്ട്രഗിൾ ചെയ്ത പോലെ ആ ഒരു ഗോൾ പോസ്റ്റ് കാണാതെ അർജൻറ്റീനയും സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമോ? ഈ സ്ട്രഗിൾ ചെയ്യേണ്ട സാഹചര്യം ബേസിക്കലി നമുക്കറിയാം, പേപ്പറിലാണെങ്കിലും ലോജിക്കലി ആണെങ്കിലും ഈ മത്സരം അർജൻറ്റീനയ്ക്ക് അനുകൂലമാണ്. കാരണം നമ്മളൊരിക്കലും സ്പെയിൻ വേഴ്സസ് കാബോ വെർഡെ പോലെ ആയിരിക്കും അർജൻറ്റീന വേഴ്സസ് കാബോ വെർഡെ എന്ന് വിചാരിക്കരുത്. അതിന് കാരണം 1-2 ഉണ്ട്. ഒന്നാമത്തെ കാരണം, ഫസ്റ്റ് മത്സരം സ്പെയിനെതിരെ കളിച്ച രീതിയല്ല കാബോ വെർഡെ രണ്ടാമത്തെ മത്സരത്തിൽ ഉറുഗ്വേക്കെതിരെ കളിച്ചത്. അവർ സ്കോർ ചെയ്തു, 1 അല്ല 2 വട്ടം സ്കോർ ചെയ്തു. ഉറുഗ്വേയുടെ ഡിഫൻസോ ഉറുഗ്വേയുടെ മിഡ്ഫീൽഡോ ഒക്കെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ആ ഗോളുകൾ വരുന്നത്. അപ്പോൾ ആ ഗോളുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാബോ വെർഡെ അവരുടെ സ്റ്റൈൽ മാറ്റി രണ്ടാം മത്സരത്തിൽ. മൂന്നാം മത്സരം സൗദിക്കെതിരെ കളിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും അവർക്കറിയാം ഒരു സമനില മതി. എങ്ങനെ സമനില അതില ജയിക്കണം എന്നിരുന്നാൽ കൂടി സമനില ഉണ്ടെങ്കിൽ സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവർ ആ സമനില പിടിച്ചതിൻ്റെ പിന്നാലെ തന്നെ അവർ സ്പെയിൻ്റെ മത്സരം കാണാൻ ഓടുക, ഫോൺ എടുത്ത് നോക്കുകയാണ്, ഉറുഗ്വേ തോൽക്കുമല്ലോ എന്ന് ഉറപ്പ് വരുത്താണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയും അവരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അത് ഓരോ പടിയും കടന്ന് മുന്നോട്ടേക്ക് എന്നുള്ള. നമ്മൾ ഈ കാബോ വെർഡെ ജേർണി ഒന്ന് നോക്കണം. കാബോ വെർഡെ വരുന്നു, നമ്മൾ 5 ലക്ഷം 6 ലക്ഷം മാത്രമുള്ളൊരു ടീം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നൊരു ടീം എന്നൊക്കെ അപ്പുറത്തേക്ക് ഇവർ ഫസ്റ്റ് മത്സരം കളിച്ചത് 2010 വേൾഡ് ചാമ്പ്യൻസിനെയാണ്, അവിടെ സമനില പിടിക്കുന്നു. അടുത്തത് 2 ടൈം വേൾഡ് ചാമ്പ്യൻസാണ് ഉറുഗ്വേ, അവർക്കെതിരെ 2 ഗോൾ അടിച്ചിട്ട് സമനില പിടിക്കുന്നു. മൂന്നാമത് കളിച്ചത് സൗദിയാണ്. സൗദി ആരാ? കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരെ ആകെ തോൽപ്പിച്ചൊരു ടീം, അവരോട് ജയിക്കുന്നു. ഇനി വരാൻ പോണത് വേൾഡ് ചാമ്പ്യൻസിനെതിരെയാണ്. കാബോ വെർഡേക്ക് ഇതൊരു ഡ്രീം റണ്ണാണ്. അവരവരുടെ 100 അല്ല 200% ഫീൽഡിൽ കൊടുക്കും. പക്ഷേ അർജൻറ്റീനയെ പോലത്തെ ഒരു ടീമിനെതിരെ അത് ഈസി ആയിരിക്കില്ല. കാരണം അർജൻറ്റീന ഈ ഒരു 3 മത്സരങ്ങൾ വേൾഡ് കപ്പിൽ ഇവർ കളിച്ച് 3 മത്സരങ്ങൾ എന്തായാലും അനലൈസ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇവരുടെ ഏതൊക്കെ പ്ലെയേഴ്സ് ഏതൊക്കെ രീതിയിൽ മാറി കളിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും പഠിക്കും. പിന്നെ സ്കലോണി നമുക്കറിയാം, ഓപ്പണൻറ്റിനെ അറിഞ്ഞ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. അറ്റാക്കിങ്ങിൻ്റെ രീതി എങ്ങനെ പോകണം, വിങ് ഓറിയൻറ്റഡ് ആവണോ, അല്ലെങ്കിൽ സെൻട്രലി പോകുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാരലൽ പാസ് കളിച്ച് പോകുന്നോ, എങ്ങനെയാണ് രീതി എന്നുള്ളത് സ്കലോണി എന്തായാലും പ്ലാൻ ചെയ്യും.
അതിലപ്പുറത്തേക്ക് മെസ്സി എന്നൊരു താരം അവർക്ക് കയ്യിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഈവൻ ചെറിയ സ്പേസസ് ഒരു വലിയ വൈഡ് സ്പേസ് ആക്കി മാറ്റാൻ പറ്റും. ഇനി മെസ്സി ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ മെസ്സിയെ എത്രത്തോളം താരങ്ങൾ മാർക്ക് ചെയ്യുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. അപ്പോൾ അത്തരത്തിൽ ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്യാൻ മെസ്സിനെ കൊണ്ടാവും. അപ്പോൾ അതൊരു വലിയ സ്പേസ് തുറന്നു വരും. സ്പെയിൻ ആ ഫസ്റ്റ് മത്സരത്തിൽ അത്തരത്തിലൊരു പ്ലെയർ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്പെയിനിന് പറ്റിയൊരു പ്രധാന പ്രശ്നം. യമാൽ വന്നപ്പോൾ നമ്മളൊരു ചേഞ്ച് കണ്ടതാണ്. യമാൽ ഒരു വിങ്ങിലുണ്ടാക്കി ഇമ്പാക്റ്റ് കണ്ടതാണ്. യമാലിനെ കൊണ്ട് അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ആ ഡിഫൻസിൽ ഉണ്ടാക്കാൻ പറ്റും. ആ ഡിഫൻസിനെ ഷാറ്റർ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മെസ്സിയെ പോലത്തെ താരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബ്രേക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ നമ്മൾ ലോജിക്കലി ആൻഡ് പേപ്പറിൽ എന്തുകൊണ്ടും അർജന്റീനയ്ക്ക് അനുകൂലമാണ്. എന്നിരുന്നാലും ക്യാബോർഡെ 200% ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് രസകരമായൊരു മത്സരം കാണാം. തോറ്റു മടങ്ങുകയാണെങ്കിലും ക്യാബോർഡെ ചിരിച്ചോട്ട് മടങ്ങും എന്നുള്ളതാണ് ഈ ഒരു മത്സരം ബേസിക്കലി. അതെ, അർജന്റീനയെ പോലത്തെ ഒരു കണ്ടൻറ്ററാണ്. നമ്മൾ കാബോ വെർഡിനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ ചരിത്രം സൃഷ്ടിച്ച റൗണ്ട് ഓഫ് 32 കടന്ന മറ്റൊരു ടീമാണ് ബോസ്നിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇറാൻ US തമ്മിലൊരു നേർക്കുനേർ പോരാട്ടം ഉണ്ടാവും എന്നുള്ളതൊക്കെ നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം മത്സരം കഴിഞ്ഞപ്പം ഇറാന് സമനിലയിലാണ്. അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പോലും ഗ്രൂപ്പ് ജിയിൽ ഫസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഇറാന് ആ ഒരു പോസിബിലിറ്റി അവിടെ നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇറാനെതിരെ ഏറ്റുമുട്ടുന്നതിന് മുമ്പ് US വീണ്ടും ഏറ്റുമുട്ടേണ്ട ഒരു ടീമെന്ന് പറയുന്നത് റൗണ്ട് ഓഫ് 32 ബോസ്നിയയാണ്. അപ്പോൾ ബോസ്നിയ നമുക്കറിയാം അവരെത്രത്തോളം പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി കീപ്പ് ചെയ്യുന്ന ഒരു ടീമാണെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ചിലപ്പോൾ അതിലപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഈ ഒരു ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടുപേരോടും കൂടി ചോദിക്കാം, എങ്ങനെയായിരിക്കും ആ ഒരു ബോസ്നിയ വേഴ്സസ് USA മത്സരം? ഇപ്പോൾ USA ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ ഈ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഫുട്ബോൾ ഡിസ്കസ് ചെയ്താൽ പറ്റും. പക്ഷേ ഒരു വേൾഡ് കപ്പിൽ പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു വേൾഡ് കപ്പാണെങ്കിൽ പൊളിറ്റിക്സിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബോസ്നിയയുടെ രാഷ്ട്രീയം, ബോസ്നിയയുടെ ഒരു ഐഡിയോളജി നമുക്കറിയാം. വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നിരന്തരം ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്ന ഒരു വലിയ രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ആദർശമുള്ളൊരു രാജ്യമാണ് ബോസ്നിയ എന്നുള്ളത്. ബോസ്നിയ അവരുടെ ആരാധകർ, അവരുടെ നാടുകളിൽ പലപ്പോഴും റാലികളും നമ്മളൊരു സോൾഡാറ്റി പെർഫോമൻസും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് കപ്പിൻ്റെ സ്റ്റേജിൽ ഗാലറിയിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചാൻഡുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. ബോസ്നിയയുടെ ഫാൻസ് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഫാൻസാണ്. അതുകൊണ്ട് തന്നെ USA അവരുടെ മത്സരങ്ങൾക്ക് സ്റ്റേഡിയങ്ങളിൽ പലപ്പോഴും ബോസ്നിയൻ ആരാധകർ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ USA വേഴ്സസ് ബോസ്നിയ മത്സരത്തിൽ സ്വാഭാവികമായിട്ട് USAയുടെ ആരാധകർ ഒരു പക്ഷത്തുണ്ടാവും, ഒരു പക്ഷത്ത് ബോസ്നിയയുടെ ഈ നിറഞ്ഞു കവിയുന്ന ആരാധകരുണ്ടാവും. അതുകൊണ്ട് തന്നെ ബോസ്നിയയുടെ നിലപാട് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഈ ഒരു വേൾഡ് സ്റ്റേജിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ആരാധകർ കാര്യമായ ചാൻഡുകൾ മുഴക്കാനുള്ള സാധ്യതകളുണ്ട്. ബാനറുകളും മറ്റുമൊക്കെ ഒരുപക്ഷെ ഈ ഗാർഡ്സിനെ വെച്ച് തടയാൻ പറ്റും. ബാനറുകളും ടിഫോകളും ഒക്കെ ഒരുപക്ഷെ ഗാലറിയിൽ വിലക്കാൻ പറ്റും, കൊടികൾ വിലക്കാൻ പറ്റും. അതൊക്കെ സെക്യൂരിറ്റീസിന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരുടെ സംസാരത്തെ, ഇവരുടെ സ്വരങ്ങളെ ഒരിക്കലും തടയാൻ പറ്റില്ല. അപ്പം ചാൻഡുകൾ കാര്യമായിട്ട് ഗാലറിയിൽ നിന്നും മുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഇറാൻ USA മത്സരം വരാനുള്ള സാധ്യത ഇനി വിരളമാണ്. അത് രണ്ട് ടീമും ഫൈനലിലേക്കൊക്കെ അഡ്വാൻസ് ചെയ്യേണ്ടി വരും നിലവിലെ സ്റ്റേജ് വെച്ചിട്ടാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിഗ് സ്റ്റേജിൽ ഈ ഒരു പോരാട്ടം വരുള്ളൂ. പക്ഷേ അതിലപ്പുറത്തേക്ക് പൊളിറ്റിക്കലി ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ ചാൻസുള്ള ഒരു മത്സരം ഈ ബോസ്നിയ വേഴ്സസ് USA മത്സരമായിരിക്കും. പിന്നെ ബോസ്നിയയ്ക്ക് ഈ പറഞ്ഞ പോലെ ജിനസൈഡ് അനുഭവിച്ചൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒരു പലസ്തീനെ അവർ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അവർ ഈ പലസ്തീൻ സപ്പോർട്ട് നല്ലോണം നൽകുന്നതൊക്കെ. പിന്നെ വേറൊരു സംഭവം ഈ അടുത്തുണ്ടായി. അതായത് USA ഈ വേൾഡ് കപ്പിൻ്റെ ഒരു ഹെഡ് ഉണ്ട്, വാഷിങ്ടൺ ഈ വൈറ്റ് ഹൗസിലെ വേൾഡ് കപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഹെഡ് ഉണ്ട്, ആൻഡ്രൂ ജൂലിയാനി എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 2038 USAക്ക് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യണമെന്നാണ്. അതായത് ദർ ഇസ് നോ ബെറ്റർ പ്ലേസ് ടു ഹോസ്റ്റ് എ വേൾഡ് കപ്പ് ദാൻ USA എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് എത്രത്തോളം ഞാൻ യോജിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല. കാരണം പല രീതിയിലുള്ള എന്താ പറയുക, ഇറാൻ്റെ ഫാൻസിനെ അനുവദിച്ചില്ല, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു ലോകകപ്പിൽ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം, അതായത് മറ്റേ സെനഗലിൻ്റെ പ്ലെയേഴ്സിനെ എങ്ങനെയാണ് എയർപോർട്ടിൽ വരവേറ്റത്, അതേപോലെ ഉസ്ബെക്കിസ്ഥാൻ്റെ പ്ലേയേഴ്സിനെ എങ്ങനെയാണ് എയർപോർട്ടിൽ വരവേറ്റത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെളിച്ചത്ത് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ഈ ഈജിപ്ത് ഇറാൻ മത്സരത്തിൽ എന്താ പറയുക, ഇവർക്ക്, അതായത് ഈജിപ്തിനും ഇറാനും താല്പര്യമില്ലെങ്കിൽ പോലും സ്റ്റേഡിയത്തിൽ LGBTQ ഫ്ലാഗുകൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഫിഫ നിർബന്ധം പിടിക്കുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായി. സോ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ എങ്ങനെയാണ് 2038
ഈ ഇതേ കൺട്രിയെ വേൾഡ് കപ്പിലേക്ക് നമ്മൾ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ വിടുന്നത്. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഫാൻസ് നല്ലോണം വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്കറിയാം പല രാജ്യത്തെ ഫാൻസിനും ഇവർ വിസ നൽകാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ടീമിലത്തെ മെമ്പേഴ്സിനും ഇതേപോലെ വിസ നൽകാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒസീനയുടെ മദർ പിന്നെ അത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ഒസീനയുടെ മദർ വന്നത്. സോ അങ്ങനെ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് 2038 വീണ്ടും ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ നൽകുന്നത്? അപ്പോൾ അദ്ദേഹം ഒരു ഇത് പറഞ്ഞതാണ് 2038 USA തന്നെ ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷെ അറിയില്ല, നമുക്ക് നോക്കി കാണാം. ഈ 38 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും അമേരിക്ക ഹോസ്റ്റ് ചെയ്യേണ്ടെന്നുള്ളത്. പക്ഷേ ലോകവേദിയിലെ ബാക്കി ടീമുകളോട് ചോദിച്ചാൽ പോലും അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല. കാരണം ഒന്ന്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടീഷനാണ്. 2, അവിടെ ഒരു മിന്നൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മൾ കണ്ടതാണ്. ഫ്രാൻസിൻ്റെ മത്സരത്തിൽ എത്രത്തോളം ഡിലേ വരുന്നത് എന്നുള്ളത്. ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് ഉണ്ടായിട്ട് പോലും പല പ്ലെയേഴ്സും ഭയങ്കരമായിട്ട് തളരുന്നത്, സെക്കൻഡ് ഹാഫിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് തളരുന്നത് കണ്ട്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ പ്രശ്നമാണ്, ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് പ്രശ്നമാണ്, വിസ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടീമിനും അല്ലെങ്കിൽ ഒരു ടീം ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യാനോ വോട്ട് ചെയ്യാനോ സാധ്യതയില്ലാത്തൊരു ഓപ്ഷനാണ് ഈ അമേരിക്ക ഇനിയൊരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ഈ ഒരു ഫിഫയുടെ റെഗുലേഷൻസ് ഉണ്ടല്ലോ, അതായത് ഓരോ ഭൂഖണ്ഡങ്ങളും കറങ്ങി തിരിഞ്ഞ് വരണം വീണ്ടും ഹോസ്റ്റ് ചെയ്യാനെന്നുള്ളത്. പത്രത്തിൽ അമേരിക്കക്ക് കിട്ടാനുള്ള സാധ്യത വളരെ വിരളാണ്. ഒരു ആശ പറയാം അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാം എന്നുള്ളതാണ്. അതായത് ഫിസിക്കലി, മെൻ്റലി ആൻഡ് പ്രൊസീജിയർ വൈസ് എല്ലാം സ്ട്രെയിനുള്ള ഒരു വേൾഡ് കപ്പ് പ്രൊസീജിയർ ആണ് US നിലവിൽ.